പിന്നെ എപ്പോഴാണ് ഈ പുരുഷന്മാരെ കണക്ട് ചെയ്തുള്ള കഥകളൊക്കെ ഏതെല്ലാം ഒന്ന് ഇപ്പോൾ അബ്ദുള്ള കുട്ടിയുടെ മറ്റാളുടെ കേസ് പറഞ്ഞാൽ റേപ്പ് വന്നു, പിന്നെ എവിടെയാണത് വരുന്നത്? പിന്നെ വിഷയങ്ങൾ വന്നത് ഗണേഷ് കുമാറിന്റെ വിഷയത്തിലാണ്. ഗണേഷ് കുമാർ നല്ലൊരു സുഹൃത്താണ്, എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് ഗണേഷ് കുമാർ. അപ്പം ഗണേഷിൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്സ് മാത്രമൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തികളല്ല, അല്ലാതെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനകത്ത് ആ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി പേര് എന്നെ അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗണേഷിന്റെ ഇഷ്യൂവിനകത്ത് മെഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഗണേഷിന്റെ ഫാമിലിയിൽ വേറെ ഏതോ ലേഡി കാരണം പ്രശ്നമാണ്. ആ പ്രശ്നത്തിനകത്ത് എൻ്റെ പേര് വലിച്ചഴിക്കപ്പെട്ടപ്പോൾ ഞാനല്ല എന്ന് മനസ്സിലാക്കി. വൈഫിനറിയാം ഞാനല്ല എന്നുള്ളത്, വേറെ ലേഡിയാണെന്നുള്ളത് ചെയ്തവർക്ക് അതിൻ്റെ ഡേറ്റ് അതാണ്. പക്ഷെ അവർ സൈലൻസ് ആയപ്പോഴും മറ്റേ പാർട്ടിക്കകത്തുള്ള കുറച്ച് എതിരാളികൾ നന്നായിട്ട് ഗണേഷുമായിട്ടുള്ള റിലേഷൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? എന്താണ് ഞങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ, ബന്ധുക്കളാണ്, നല്ല അടുപ്പമുണ്ട് ഇപ്പോഴും നല്ല വർഷങ്ങൾക്ക്. അല്ല, ഞാൻ ചോദിക്കുന്ന കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ എന്താണുള്ളത്? എല്ലാ വിഷയത്തെ പറ്റി ഷെയർ ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സബ്ജക്റ്റ് ഒന്നും ഇല്ല. എന്ത് പുതിയ കാര്യം ഉണ്ടെങ്കിൽ ഈവൻ ഒരു കാറിന്റെ ഒരു പുതിയ സംഭവം ഇമ്പോർട്ടഡ് എന്തെങ്കിലും സംഭവങ്ങൾ വന്നാൽ പോലും നമ്മൾ വിളിച്ചു പറയും. അത്രയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്ന ആളിൽ ഇന്നതുണ്ട് എന്ന് പറയും. അത് ഈ ഗണേശ് എന്ന് പറയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ ഉണ്ട്. ഇടവേള ബാബു അങ്ങനെ കുറെ അപ്പുറത്തേക്കുള്ള ബന്ധങ്ങളുണ്ട്. അതൊരിക്കലും ഈ പിന്നെ പൊളിറ്റിക്സിന് വേണ്ടി യാമിനിയായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നോ? യാമിനിയായിട്ട് ബന്ധമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, വീട്ടിൽ പോകുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. യാമിനിച്ചി നല്ലൊരു ഫ്രണ്ടാണ്. ഇപ്പം അവരുടെ ലൈഫിൽ രണ്ടുപേരും 2 വർഷത്തെ കുഞ്ഞൊക്കെ ഗണേഷിന്റെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ പോസ്റ്റർ വരെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ മോള് ഒരു വശത്ത് ഗണേഷ് ഞാൻ അപ്പുറത്ത് നാടുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ പോസ്റ്ററായിട്ട് പറ്റി ഞാൻ പറയുന്ന കാര്യം അല്ല, ഗണേഷിനെ പറ്റിയാണ്ട് ആളുകൾ വിശ്വസിക്കും. അപ്പൊ ഈ കുഞ്ഞ് സരിതയുടെ ഈ കുഞ്ഞ് ഗണേഷിന്റെയാണ് സംശയമില്ല ആൾക്കാർക്ക്. വേറൊരാളുടെ ആണെന്ന് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ സംശയിക്കും, ഇയാളിതിന് സാധ്യത ഇത് പക്ഷെ എന്തോ ഗണേഷിന്റെ വിഷയത്തിൽ അമ്മുവിന് നല്ല വണ്ണമുണ്ട്. എനിക്ക് ഞാൻ ചോദിച്ച ഓരോരുത്തർ എനിക്ക് കിട്ടിയ ആൻസർ അമ്മുവിന്റെ ഫേസ് വന്നിട്ട് ഏകദേശം ഗണേഷിന്റെ ഫേസിന്റെ ഒരു ചെറിയൊരു കോപ്പിയാണ്. പക്ഷേ അതുകൊണ്ട് ഗണേഷിന്റെ അമ്മുവില്ല. എന്റെ അമ്മയുടെ മുഖമാണ് അമ്മൂമ്മയുടെ മുഖം അമ്മുവിനുള്ളത്. അമ്മുവിനെ കണ്ടിട്ടില്ലല്ലോ. അമ്മുവിനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സ്ത്രീകളോട് ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുള്ള ഒരാള് അതെങ്ങനെയാണ് നല്ല ബന്ധമായി നിലനിർത്താൻ പറ്റിയത്? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനൊന്നും പുള്ളി എന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഒരു കാര്യത്തില്. നമ്മളിപ്പം ഒരു പിന്നെ ഒരാള് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയം. ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഗണേഷാണോ മിനി. ഇതാണ് മോള് എന്റെ ഫേസ്, എന്റെ അമ്മയുടെ ഫേസാണ് അമ്മ. ഈ ഫേസിനാണ് ഗണേഷിന്റെ ഫേസ്. വേണേ നമുക്ക് ആലോചിക്കാം, താടി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. ഈ താടിയാണ് അവൾക്ക് പ്രശ്നമായത്. ശരിക്കും ആ താടി എല്ലാവർക്കും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതെ, ഫേസ്ബുക്കിൽ കുറെ ഫോട്ടോസ് വന്നു. ആ ഫോട്ടോസ് വന്നപ്പോൾ തൊട്ട് ഫേസ്ബുക്കൊക്കെ വലിയ ചർച്ചയായിരുന്നു. ജോപ്പൻ ഫോട്ടോ ലൈക്ക് ചെയ്തു, എത്രയോ ആളുകളുടെ ഫോട്ടോ. അത് എന്ത് മോശമായ ഒരു കാര്യം. ഫേസ്ബുക്കിനകത്ത് ഞാൻ സരിതയുടെ ഫോട്ടോ ജോപ്പൻ ലൈക്ക് ചെയ്തു. സരിതയുടെ ഫോട്ടോ ജോപ്പൻ മാത്രമല്ല ഒത്തിരി പേര് ലൈക്ക് ചെയ്തു. പക്ഷെ അതേപോലെ തന്നെ ഞാൻ എത്രയോ പേരുടെ ഫോട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്ത് പുറത്തു വരാത്ത എത്രയോ ആൾക്കാരുടെ ഫോട്ടോ നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളൊരു നൈസ് ഒരു ഫോട്ടോ സ്നാപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലൈക്കേ കൊടുക്കുള്ളൂ. അതിനകത്ത് വേറെ എക്സ്പ്രഷൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നൈസ് കമന്റ് അടിച്ചു. നമ്മൾ എത്രയെടുത്ത് നൈസ്, കൂൾ, കൂട്ട്, ക്യൂട്ട്, ഓ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്രയും പ്രാവശ്യം അയച്ചിട്ടുണ്ട്. അല്ല ആണുങ്ങളുടെ എന്തൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ റിലേഷൻഷിപ്പ് ആണോ? അല്ല. ഗണേഷുമായിട്ടുള്ള ഈ റിലേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരെ? ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എന്താ പറയാ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. അതിലേക്ക് മറ്റു റിലേഷനിൽ വീണു കൊണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോയിട്ടില്ല. പക്ഷെ എന്താ പറയുക, ഒത്തിരി ഒരു പൊളിറ്റിക്കൽ റിവൽറി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു പാർട്ടിക്ക് തന്നെ ചിലപ്പോൾ പരസ്പരം രണ്ടുപേരും
അവരുടെ പഴയ ഹിസ്റ്ററിക്കകത്ത് വരുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ വേറൊരാളുടെ പ്രശ്നത്തിലൂടെ ഇന്ന ആളുമായിട്ട് ഇന്ന ആൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് മെന്റലായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ എൻ്റെ ആ റിലേഷൻഷിപ്പ് വന്നൊരു പെണ്ണിനെ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവന് കൊള്ളും. ഇപ്പൊ സുനിത സ്നേഹിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സുനിത വിശ്വസിക്കുന്ന ഒരു പുരുഷൻ, ആ പുരുഷനെ ആ പുരുഷന്റെ എതിരാളിയായ ഒരു സ്ത്രീ അല്ല വേറൊരു പുരുഷൻ, അപ്പം പിന്നെ സുനിതയെ അയാള് ഹറാസ് ചെയ്യോ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ സുനിത പിന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സുനിത ഫ്രണ്ട് സർക്കിളിൽ വെച്ചിരിക്കുന്ന ഒരാൾക്ക് നോവുമോ ഇല്ലയോ? അതിപ്പോ ഭയങ്കര കുറച്ച് സ്ട്രോങ് റിലേഷൻ അല്ലേ? സ്ട്രോങ് ആണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, സ്ട്രോങ് അല്ലാതെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സുനിതയോട് ഞാൻ പറയണ എനിക്ക് പിന്നെ ഗണേഷിന്റെ റിലേഷൻഷിപ്പ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. കാര്യം പഴയ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് മാറി അവരൊരു പുതിയ ലൈഫ്. അല്ല, ഗണേഷുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സെക്സ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഗണേഷിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ ഉള്ളതുകൊണ്ട് ഇല്ല ഇല്ല ഇല്ല. അല്ല, എനിക്ക് ഊഹമുണ്ട്. കാരണം ഗണേഷ് ഒരു ആവറേജ് ഒരു മലയാളി സ്ത്രീയൊക്കെ ആകർഷിക്കാനൊക്കെ കഴിവുള്ള ആളാണ്. ഗണേഷ് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഗണേഷ് കുമാറിനെ പോയി കണ്ടിട്ടുണ്ട്. സരിത എന്ന് ചേരുന്ന മാധ്യമപ്രവർത്തനം മുഴുവൻ ചീത്ത പറഞ്ഞു കുറേ നേരം. അല്ല, എന്നോട് പറഞ്ഞ എൻ്റെ അനന്തരവൻ ജേർണലിസ്റ്റും പഠിച്ചവന് പോലും ഞാനിപ്പോൾ വീട്ടിൽ കയറ്റാറില്ല എന്നൊക്കെ. ഭയങ്കര ശത്രുവാണ്. അങ്ങനെ ഞാൻ കേബിൾ കട്ട് ചെയ്തു, പത്രം നിർത്തി. ഇപ്പോഴാണ് എൻ്റെ BP നോർമലായത്. അബ്ദുള്ളക്കുട്ടിയുടെ പോലെ ചെറിയൊരു കുഴപ്പമുണ്ടല്ലേ, ഭയങ്കര വീക്കാണ്. സ്വന്തമായിട്ട് പ്രതിരോധിക്കുന്ന കാര്യത്തിൽ, എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ മുഖം കണ്ടാ അറിയാം. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പണ്ട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അതായത് യാമിനിയുടെ പ്രശ്നം, ആക്ച്വലി യാമിനി ഞാനിത് നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല, ഒരിക്കലും വരാനല്ല, മനസ്സിൽ പറയാം. ഞാൻ എപ്പോഴെങ്കിലും പറയാം. എന്ന് വെച്ചാൽ ഞാൻ ഇടുമ്പോൾ സുന്ദരത്തെ ഞാൻ പറയും, ഇടേണ്ട സമയം ഒരിക്കൽ പോലും ഇത് വരുന്നതാണ് എനി കോസ്റ്റ് ഒരു എപ്പിസോഡ് ഇടരുത്. എനിക്കുണ്ട്. അപ്പം ഇപ്പൊ യാമിനി ചില ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. യാമിനി ചേച്ചി വാസ് ദ റൈറ്റാണ്. പക്ഷെ ആ സമയത്ത് ഗണേഷ് കുമാറിന്റെ പൊളിറ്റിക്കൽ ഇമേജ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി റൈറ്റ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പോട്ടെ അവരൊരു സമാധാനമായ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ചേച്ചി പോകാൻ കഴിച്ചാണ് അവരുടെ ഫസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞു. അവര് ജീവിക്കട്ടെ, അങ്ങനെ ഞാൻ പറയുന്നത്. അവരെ കല്ലെറിയാൻ വരുന്നവരുടെ പോലും ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ, നേരെ ചെയ്ത് കല്ലെറിയാം. അവർ ജീവിച്ചു നോക്കട്ടെ. അയാൾ നന്നാവാത്തതൊന്നും നമ്മുടെ വിഷയമല്ല. നോക്കട്ടെ, ലത്തം അവർ ജീവിക്കട്ടെ. അത്ര ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോയി. മറ്റുള്ളവരെ അങ്ങനെ ഒത്തിരി പുതിയ കഥകൾ വരുന്നുണ്ടല്ലോ. വേറെ ഏതോ കുട്ടി വന്നു, അമ്മ വന്നു എന്നൊക്കെ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ നല്ല റിലേഷൻഷിപ്പിനോടൊന്നും പ്രതികാരമില്ല. നല്ല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സുനിത ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി, അതിന് സുനിതയ്ക്ക് എങ്ങനെ റേറ്റ് എന്ന് വിളിക്കും? ഒരാൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയതല്ല റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തെന്നോ നിങ്ങൾ അവരെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം? എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ എന്നെ ചുമ്മാ ഒരു പ്രശ്നത്തിൽ വരച്ചിട്ടുള്ള അവരൊക്കെയാണ് നമ്മളുടെ ലാഭം. അല്ലാണ്ട് നമ്മളിപ്പോൾ വില്ലിങ്നെസ്സോട് കൂടി ഒരു വ്യക്തിയുടെ അടുത്ത് പോയി അതിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു റേപ്പ് അല്ലെങ്കിൽ നമ്മളെ സെക്ഷൽ ഹറാസ് ചെയ്തു, ഫിസിക്കലി നമ്മളെ ടോർച്ചർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് അത് ദൈവത്തിന് എനിക്ക് തെറ്റാണ്. എനിക്ക് ചിലപ്പോൾ അത് ക്ലെയിം ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എനിവേ ഒഫൻഡിങ് എനിക്കത് ചിലപ്പോൾ ഞാൻ അങ്ങനെയല്ല, എൻ്റെ വിൽഫുൾനെസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒഫൻഡ് ചെയ്ത് സ്ത്രീക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോഴത്തെ ഞാൻ ചോദിക്കുന്നത് മറ്റ് കേസുകളിൽ അങ്ങനെയാണെന്ന് ആളുകൾ സംശയിക്കുന്നത്, അത് അങ്ങനെ തെളിയിക്കാൻ പറ്റും. അല്ല, അത് രണ്ടും രണ്ടാണ്. കാര്യം ഞാൻ അവരുമായിട്ട് സ്ഥിരമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്ന വ്യക്തിയല്ല. അവരുടെ പ്രൂഫേഴ്സും മറ്റേ ഡാറ്റാസും ചെക്ക് ചെയ്ത് ഞാൻ തുടർന്നു. അപ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ കേസ് വന്നപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, സരിതയൊക്കെ റേപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? കാരണം സരിതയൊക്കെ റേപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ സരിത ഇതിനൊക്കെ വില്ലിങ് ആണ്. അങ്ങനെയല്ല.